ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ദാരിയസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എന്നത്തെയും പോലെ തന്നെ എല്ലാ വീട്ടമ്മമാർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ചില കുഞ്ഞു കുഞ്ഞു ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കുക. പിന്നെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നോക്കാം. അപ്പോൾ അത് ഫസ്റ്റ് ടിപ്പിനായിട്ട് ഞാൻ 2 പേപ്പർ ഇതേപോലെ വെട്ടിയിട്ട് ഇതേപോലെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ടിഷ്യൂ പേപ്പർ ഉണ്ടെങ്കിൽ അതെടുക്കുക. ഇനിയിപ്പോൾ ടിഷ്യൂ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ബുക്കിൻ്റെ പേജൊക്കെ ഉണ്ടാവുമല്ലോ, അത് ഇതേപോലെ ഒന്ന് നടു കട്ട് ചെയ്തിട്ട് ഇതേപോലെ വെച്ച് കൊടുക്കുക കേട്ടോ. ബുക്കിൻ്റെ പേജാട്ടോ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു പേപ്പറിലോട്ടേക്ക് കുറച്ച് കംഫർട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇതേപോലെ ഓവറായിട്ട് ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ. അതേപോലെ അവിടെ ഇവിടെ ഇങ്ങനെ ഒന്ന് മെല്ലെ തുള്ളി തുള്ളി ഇങ്ങനെ ഒന്ന് ഇടിച്ചു കൊടുത്താൽ മതി കേട്ടോ. നല്ലൊരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഓവറായിട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ പേപ്പറെല്ലാം കുതിർന്നിട്ട് കീറി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ വളരെ കുറച്ച് മാത്രം ഒന്ന് തുള്ളി തുള്ളി ഇങ്ങനെ ഉറ്റിച്ചിട്ട് എല്ലാ ഭാഗത്തും ഇതേപോലെ ഒന്ന് ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് ആക്കി കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ടേക്ക് കുറച്ച് കോഫി പൗഡറും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബ്രാൻഡൊന്നുമില്ല കേട്ടോ, ഏത് കോഫി പൗഡറാണോ നിങ്ങളുടെ കയ്യിലുള്ളത്. ഇനിയിപ്പോൾ കേടായ കോഫി പൗഡർ ആണെങ്കിലും ഈ ഒരു ടിപ്പിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. കേടായിട്ട് കട്ട കെട്ടിയിട്ടുള്ള കോഫി പൗഡറൊക്കെ ഉണ്ടാവില്ല, ആ ഒരു കോഫി പൗഡർ ആണെങ്കിലും നമുക്ക് ഈ ഒരു ടിപ്പിന് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. കട്ടകളൊക്കെ പൊടിച്ചിട്ട് ഇതേ രീതിയിൽ ഇട്ടുകൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ കോഫി പൗഡർ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഈ ഒരു കംഫർട്ടിൻ്റെ മുകളിൽ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഇതേപോലെ ഒന്നിങ്ങനെ പരത്തി ഇട്ടുകൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ. അപ്പോൾ ആ കോഫി പൗഡർ ഈ ഒരു പേപ്പറിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഇതേപോലെ ഒന്ന് വിതറി ഇട്ടുകൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു 2 പേപ്പറും ഒന്ന് വെയിലത്ത് വെച്ചിട്ട് നല്ലോണം ഒന്ന് ഉണക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ കുറച്ച് സമയമൊന്ന് ഞാൻ വെയിലത്ത്, ഇപ്പം നല്ല വെയിലുള്ള സമയമാണല്ലോ, കുറച്ച് സമയം വെയിലത്ത് വെച്ചപ്പോഴേക്കും ഈ ഒരു കോഫി പൗഡർ ഈ ഒരു കംഫർട്ടിലും ഈ ഒരു പേപ്പറിലൊക്കെ നല്ല രീതിയിൽ തന്നെ പറ്റി പിടിച്ചിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ എനിക്കിത് കിട്ടാനായിട്ട് പറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പേപ്പർ മതി കേട്ടോ. നമുക്ക് നമ്മുടെ വീട്ടിൽ സന്ധ്യാസമയത്ത് കൊതുകുകൾ ധാരാളമായിട്ട് കയറുന്ന സമയമാണ് സന്ധ്യാസമയം. ആ ഒരു സമയത്ത് ഈ ഒരു പേപ്പർ ഇതേപോലെ നമുക്ക് ഒന്ന് ചുരുട്ടിയിട്ട് ഒന്ന് കത്തിച്ച് വെക്കട്ടോ. എവിടെയാണോ കൊതുക് വരാറുള്ളത് ആ ഭാഗങ്ങളിലൊക്കെ ഈ ഒരു പുക കൊള്ളിച്ച് കൊടുക്കട്ടോ. ഇതിൻ്റെ തീയല്ല, പുകയാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടിയത്. ഈ ഒരു പുക ശ്വസിക്കുന്ന സമയത്ത് കൊതുകുകൾ ഒരിക്കലും നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിലോട്ടേക്കൊന്നും വരാൻ ചാൻസ് ഇല്ല. ഈ ഒരു കോഫി പൗഡറിൻ്റെ സ്മെല്ലാണല്ലോ, പിന്നെ അതുപോലെ തന്നെ കംഫർട്ടും ഇതിൽ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു നല്ല സ്മെല്ലായിട്ട് നമുക്ക് അനുഭവപ്പെടുകയും ചെയ്യും. പക്ഷേ കൊതുകിന് ഭയങ്കര ഒരു അലർജി ഉണ്ടാക്കുന്ന സ്മെല്ലാണ് കേട്ടോ അത്, കോഫി പൗഡറിൻ്റെ സ്മെല്ല്. അപ്പോൾ നമുക്ക് ഇതേ രീതിയിൽ സന്ധ്യാസമയങ്ങളിൽ നമ്മുടെ വീട്ടിൽ കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു സ്മെല്ലും ഉണ്ടാവും. അതുമാത്രമല്ല നമ്മുടെ വീട്ടിൽ വരുന്ന കൊതുകുകളെയും അതേപോലെ തന്നെ മറ്റു പ്രാണികളെയും എല്ലാം നമുക്ക് തുരത്തി ഓടിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിടിലൻ സൊല്യൂഷനാണ്. അപ്പോൾ നമ്മൾ കെമിക്കലുകളൊക്കെ ചേർത്തിട്ടുള്ള ലിക്വിഡുകളൊക്കെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച് വെറുതെ പൈസ കളയേണ്ട ആവശ്യമില്ല. ഈ ഒരു പേപ്പർ നമ്മൾ ഇതേപോലെ കത്തിച്ച് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പുക ശ്വസിച്ചിട്ട് കൊതുകുകൾ ഒരിക്കലും ആ ഒരു ഭാഗത്തേക്കേ വരില്ല കേട്ടോ. എവിടെയാണോ നമ്മൾ പുകയിച്ചിട്ടുള്ളത് അവിടെ ഒന്നും കൊതുക് വരാൻ ചാൻസ് ഇല്ല. കൊതുക് മാത്രമല്ല കേട്ടോ, പാറ്റകളോ അല്ലെങ്കിൽ മറ്റു തരം പ്രാണികളൊന്നും വരാൻ ചാൻസ് ഇല്ല കേട്ടോ. അതുമാത്രമല്ല നല്ലൊരു സ്മെല്ലും ആയിരിക്കും കേട്ടോ സന്ധ്യാസമയത്ത് ഇതേപോലെ നമ്മളിത് കത്തിച്ച് വെക്കുന്ന സമയത്ത്. ഈ ഒരു പുക എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നമുക്കിത് കത്തിച്ച് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ. നമുക്ക് മെയിനായിട്ട് കൊതുക് ഇരിക്കുന്ന സ്ഥലങ്ങൾ കട്ടിലിൻ്റെ അടിവശത്ത്, അതേപോലെ ടേബിളിൻ്റെ അടിവശത്ത്, അതുപോലെ നമ്മൾ ഡോറിൻ്റെ ബാക്ക് സൈഡിലായിരിക്കും ഹാങ്ങർ ഉണ്ടാവുക. ഹാങ്ങറിൽ നമ്മൾ ഡ്രസ്സുകളൊക്കെ ഇങ്ങനെ കൊളുത്തിയിടല്ലോ, ആ ഒരു ഡ്രസ്സുകളിൽ ഇങ്ങനെ അള്ളി പിടിച്ചിരിക്കുന്നത് കാണാൻ പറ്റും കൊതുകുകൾ. അപ്പോൾ ആ ഒരു ഭാഗത്ത് ഡ്രസ്സുകളൊക്കെ ഇങ്ങനെ കുടഞ്ഞിട്ട് ആ ഒരു ഭാഗത്തൊക്കെ നമുക്ക് ഈ ഒരു പുക കൊള്ളിച്ചെടുക്കുന്ന സമയത്ത് ഒരിക്കലും നമുക്ക് അവിടെ ഒന്നും കൊതുക് വരാൻ ചാൻസ് ഇല്ല കേട്ടോ. എന്തായാലും ഈ ഒരു സന്ധ്യാസമയത്ത് ഇതേ രീതിയിൽ നിങ്ങളൊന്ന് പുകയിച്ച് നോക്കൂ. നല്ല റിസൾട്ട് നിങ്ങൾക്ക് ലൈവായിട്ട് കാണാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കാൻ മറക്കല്ലേ. കംഫർട്ട് എന്തായാലും എല്ലാവരും വീട്ടിലും ഉണ്ടാവുമല്ലോ, നമ്മൾ ഡ്രസ്സിലൊക്കെ സ്മെല്ലിന് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. പിന്നെ കോഫി പൗഡറിൻ്റെ കാര്യം പറയണ്ട, എല്ലാവരും വീട്ടിലും ഉണ്ടാവുമല്ലോ കോഫി പൗഡർ. അപ്പോൾ എന്തായാലും ഇതേ രീതിയിലൊന്ന് ചെയ്തിട്ട് നിങ്ങളുടെ റിസൾട്ട് കമൻറ്റിലൂടെ എന്നെ അറിയിക്കാനും കൂടെ മറക്കല്ലേ. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ മറക്കാതെ ഒരു ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം.
പിന്നെ ദാരീസ് കിച്ചണിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. പെട്ടെന്ന് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ടിപ്സുകൾ തന്നെയാണ് എല്ലാതും. ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അടുത്ത ടിപ്പിനായിട്ട് ഇതാ ഞാൻ കുറച്ച് മീനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും സുലഭമായി കിട്ടുന്ന മീനാണ് മത്തി. മത്തിയിൽ ഒരുപാട് കാൽഷ്യം ഉള്ളത് കൊണ്ടിട്ട് മത്തി കഴിക്കുന്നത് വളരെയേറെ നല്ലത് തന്നെയാണ് കേട്ടോ. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം മത്തി കൊടുക്കുന്നത് വളരെയേറെ നല്ലത് തന്നെയാണ്. അപ്പോൾ അതാ ഞാൻ മത്തി കുറച്ച് ക്ലീൻ ചെയ്ത് കഴുകി എടുത്തിട്ടുള്ള മത്തിയാണിത്. ഇനി നമുക്ക് ഈ ഒരു മത്തി നമ്മൾ എങ്ങനെയാണ് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കുക എന്നുള്ളത് നോക്കാം കേട്ടോ. അപ്പോൾ ഇതാ നല്ല അടപ്പുള്ള കണ്ടെയ്നറിലോട്ടേക്ക് ഇതേപോലെ മത്തിയെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു മീനിലോട്ടേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. മീൻ മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കട്ടോ. മീൻ ഈ ഒരു വെള്ളത്തിൽ നല്ല രീതിയിൽ തന്നെ മുങ്ങിക്കിടക്കണം. അങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ അടച്ച് വെച്ചിട്ട് ഫ്രീസറിൽ വെച്ച് നോക്കൂ. എത്ര കാലം കഴിഞ്ഞാലും ആ ഒരു മീനിൻ്റെ ഫ്രഷ്നെസ് ഒരിക്കലും നഷ്ടപ്പെടില്ല കേട്ടോ. അതേപോലെ വെള്ളത്തിലിട്ട് വെക്കുന്ന സമയത്ത് നമ്മൾ കറി വെക്കണം എന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ ആ ഒരു മീൻ എടുത്തിട്ട് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തോട്ടേക്ക് വെക്കാം. അപ്പോൾ ഈ ഒരു വെള്ളത്തിൽ ഇങ്ങനെ കിടന്നിട്ട് ഐസാവുന്ന സമയത്ത് മീനിൻ്റെ ഫ്രഷ്നെസ് ഒരിക്കലും നഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല. അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കാം. മത്തി മാത്രമല്ല എല്ലാ മീനും ഈ ഒരു രീതിയിൽ നമ്മൾ ഫ്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും മീനിൻ്റെ ആ ഒരു ഫ്രഷ്നെസ് നഷ്ടപ്പെടാതെ നമുക്ക് കഴിക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കാൻ മറക്കല്ലേ. പിന്നെ നമ്മൾ ഫ്രിഡ്ജിലൊക്കെ മീൻ വെക്കുന്ന സമയത്ത് എപ്പോഴും നമ്മൾ ക്ലീൻ ചെയ്തിട്ട് വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ മുകളിലുള്ള ഒരു ചെതുമ്പലും അതേപോലെ തന്നെ അതിൻ്റെ ഉള്ളിലുള്ള കുടൽമാലയൊക്കെ പുറത്ത് പോയി കിട്ടുമല്ലോ. ഈ ഒരു ഭാഗം മതിയല്ലോ നമുക്ക് ഐസാക്കി എടുക്കാനായിട്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ ഫ്രീസറിലൊക്കെ മീൻ വെക്കുന്ന സമയത്ത് നമ്മൾ ക്ലീൻ ചെയ്ത് വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കാൻ മറക്കല്ലേ. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം. അടുത്ത ടിപ്പിനായിട്ട് ഇതാ ഞാനൊരു കത്തിയും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കത്തിയിലായാലും കുറേ കഴിയുമ്പം അതിൻ്റെ മൂർച്ചയൊക്കെ പോയി കിട്ടും. നമുക്ക് ഈ ഒരു കത്തിൻ്റെയും അതേപോലെ കത്രീൻ്റെയും ഒക്കെ മൂർച്ചം കൂട്ടി കിട്ടാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു സെറാമിക് കപ്പ് എടുക്കുക കേട്ടോ. എന്നിട്ട് ഇതേപോലെ ഒന്ന് വെച്ചെടുക്കുക. എന്നിട്ട് അതിൻ്റെ അടിവശത്ത് കുറച്ച് ഉപ്പ് ഇതേപോലെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഉപ്പിട്ടിട്ട് നമ്മൾ ഈ ഒരു അടിവശത്ത് മെല്ലെ ഇതേ രീതിയിലൊന്ന് ഉരച്ച് നോക്കൂ. നല്ല രീതിയിൽ തന്നെ നമുക്ക് ആ ഒരു കത്തിയായാലും അതേപോലെ കത്രികയായാലും എല്ലാം മൂർച്ചം കൂട്ടി കിട്ടാനായിട്ട് പറ്റും കേട്ടോ. ഇതേ രീതിയിൽ നമ്മൾ മെല്ലെ ഒന്ന് ഉരച്ചെടുത്താൽ മതി. ഇങ്ങനെ ഉരച്ചെടുക്കുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ ആ ഒരു ഉപ്പാണല്ലോ ഇതിലുള്ളത്. ആ ഒരു ഉപ്പിൻ്റെ ഓരം ഉള്ളത് കൊണ്ടിട്ട് അതേപോലെ തന്നെ ഈ ഒരു സെറാമിക് കപ്പിൻ്റെ അടിവശം വെച്ചിട്ട് ഇതേപോലെ നമ്മൾ മൂർച്ചം കൂട്ടുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ നമുക്ക് മൂർച്ചം കൂട്ടിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ. കത്രിയും എല്ലാം ഇതേ രീതിയിൽ നമ്മൾ ഉരച്ചെടുക്കുന്ന സമയത്ത് പെട്ടെന്ന് നമുക്ക് മൂർച്ചം കൂട്ടിക്കിട്ടാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കുക. സിമ്പിളായിട്ടുള്ള ടിപ്പ് തന്നെയാണ് കേട്ടോ. ഇത് നമ്മൾ കാശ് കൊടുത്ത് മൂർച്ചം കൂട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ഇതേ രീതിയിൽ നമുക്ക് വീട്ടിൽ ഇടയ്ക്കൊക്കെ ഇതേ രീതിയിൽ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യത്തിനൊക്കെ എടുക്കുന്ന ആ ഒരു കത്രിയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ മൂർച്ചം കിട്ടാനൊക്കെ പറ്റും കേട്ടോ. പിന്നെ കത്തി നമുക്ക് മൂർച്ചയില്ല ഞാൻ നമ്മൾ എടുക്കുന്ന പണികളൊന്നും നമുക്ക് ശരിയാവില്ല അല്ലേ. ഉള്ളി കട്ട് ചെയ്യുന്ന സമയത്തും അതേപോലെ വെജിറ്റബിൾ കട്ട് ചെയ്യുന്ന സമയത്തൊക്കെ കത്തിക്ക് മൂർച്ചയില്ലെങ്കിൽ നമുക്ക് ആ ഒരു പണിനോടെ മടുപ്പ് തോന്നിപ്പോവും. അപ്പോൾ ഇതേ രീതിയിൽ ആഴ്ചയിൽ ഒരു തവണെങ്കിലും ഇതേ രീതിയിൽ നമ്മളൊന്ന് മൂർച്ചയാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് പണിയും എളുപ്പമാവും. അതേപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ജോലി ഭാരം ഉണ്ടാവേ ഇല്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കാൻ മറക്കല്ലേ. സ്റ്റീൽ കത്തിയായാലും അതേപോലെ പോളിക്കാർഡിൻ്റെ കത്തിയായാലും എല്ലാം ഈ ഒരു രീതിക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മളെല്ലാവരുടെ വീട്ടിലും ഇതേപോലെ വറ്റൽമുളക് ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ വറ്റൽമുളക് പൊടിക്കാനായിട്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ കുറച്ച് മുളക് നമ്മളവിടെ മാറ്റി വെക്കല്ലോ, നമ്മൾ വറവിടാനൊക്കെ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണത്. അപ്പോൾ നമ്മൾ ഇതേപോലെ മാറ്റി വെക്കുന്ന സമയത്ത് ആ ഒരു മുളക് കുറേ കഴിയുമ്പം അതിലൊരു പൂപ്പൽ വരാൻ ചാൻസ് ഉണ്ട്. ഒരു കറുപ്പ് കളറിലൊരു പൂപ്പൽ പോകും. നമ്മൾ ഇതേപോലെ കണ്ടെയ്നറിൽ ആക്കി വെക്കുന്ന സമയത്ത് ആ ഒരു മുളകിൽ പൂപ്പലോ പ്രാണികളോ ഒന്നും കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ കുറച്ച് കായപ്പൊടി, വളരെ കുറച്ച് മാത്രം മതി കേട്ടോ. കായപ്പൊടി ആണെങ്കിൽ ഇതേപോലെ ഇട്ട് കൊടുക്കുക. അതല്ല ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ കട്ടക്കായ ആണെങ്കിൽ ഒരു പീസ് ഇതേപോലെ ഇട്ട് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ പൊടി ആയത് കൊണ്ടിട്ടതാ
ഞാനൊന്ന് ഇതേപോലെ ഒന്ന് കുടഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ ഒരു മുളക് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഷെയ്ക്ക് ചെയ്തെടുക്കുക, എല്ലാ ഭാഗത്തും എത്താൻ വേണ്ടിയിട്ട് കേട്ടോ. ഇതേ രീതിയിൽ എന്നിട്ട് നമുക്ക് അടച്ചു വെക്കുന്ന സമയത്ത് എത്ര കാലം കഴിഞ്ഞാലും ആ ഒരു മുളക് പൂപ്പൽ വരില്ല, മുളകിൽ പ്രാണികളോ പുഴൊന്നും വരാൻ ചാൻസ് ഇല്ല കേട്ടോ. കുറേ കാലം നമുക്കിത് ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു വറ്റൽമുളകൊക്കെ ഇതേപോലെ എടുത്ത് വെക്കുന്നവരാണെങ്കിൽ എന്തായാലും ഇത് ചെയ്തെടുക്കാൻ മറക്കരുതേ. അപ്പോൾ ഇതേ രീതിയിലൊന്ന് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അടുത്ത ടിപ്പിനായിട്ട് ഇതാ ഞാനൊരു ചിരവയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരുടെ വീട്ടിലും ചിരവില്ലാത്ത വീടുണ്ടാവില്ലല്ലോ. ഒരു ദിവസം ഒരു തേങ്ങയെങ്കിലും നമ്മൾ ഉപയോഗിക്കാതിരിക്കില്ല. അപ്പോൾ നമ്മൾ തേങ്ങ ചിരവുന്ന സമയത്ത് ആ ഒരു ചിരവക്ക് മൂർച്ചം ഇല്ലാതായി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ആ ഒരു പണിനോടേ മടുപ്പ് തോന്നിപ്പോവും, ആ ഒരു ജോലി ചെയ്യാൻ തന്നെ മടുപ്പ് തോന്നിപ്പോവും. അപ്പോൾ നമുക്ക് ഈ ഒരു ചിരവ പെട്ടെന്ന് തന്നെ നമുക്ക് മൂർച്ചം കൂട്ടി കിട്ടാൻ വേണ്ടിയിട്ട് ഇതേപോലെ നമ്മുടെ കയ്യിൽ എല്ലാവരുടെ കയ്യിലും ഉണ്ടാവുമല്ലോ ഇതേപോലത്തെ ഇടികല്ല്. ഈ ഒരു ഇടികല്ല് നമ്മുടെ എല്ലാവരുടെ കിച്ചണിലും ഒരു മൂലക്ക് ഇതേപോലെ ഉണ്ടാവുമല്ലോ. ഈ ഒരു ഇടികല്ല് എടുത്തിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് ഉരച്ചു കൊടുക്കട്ടോ. ചിരവൻ്റെ ഈ ഒരു നാക്കിൻ്റെ സൈഡിലൊക്കെ ഇതേപോലെ നമ്മൾ അടിവശം മോൾവശം ഇതേപോലെ ഒന്ന് ഈ ഒരു ഇടികല്ല് വെച്ചിട്ട് ഇങ്ങനെ ഉരച്ചു കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ചിരവ നല്ല രീതിയിൽ നമുക്ക് മൂർച്ചം കൂട്ടി കിട്ടാനായിട്ട് പറ്റും കേട്ടോ. ഇനി നമുക്കൊന്ന് തേങ്ങ ചിരവിയിട്ട് നല്ല രീതിയിൽ തന്നെ ആ ഒരു തേങ്ങ പെട്ടെന്ന് നമുക്ക് ചിരവി എടുക്കാനായിട്ട് പറ്റും, ഇതേ രീതിയിൽ നമ്മൾ മൂർച്ചം ആക്കുന്ന സമയത്ത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലും ഒന്ന് ചെയ്ത് നോക്കാൻ മറക്കല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ കുഞ്ഞു ടിപ്സുകൾ. അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. യൂസ്ഫുൾ ആവുകയാണെങ്കിൽ എന്നും പറയുന്നത് പോലെ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിലൂടെ എന്നെ എഴുതി അറിയിക്കാനും കൂടെ മറക്കല്ലേ. പിന്നെ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും പുതിയ ടിപ്സുകളൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് തരണേ. അപ്പോൾ ഇനി അടുത്ത പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും നാളെ കാണാം ഇൻഷാ അല്ലാ. താങ്ക് യു.